വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാനും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. ഇപ്പം മഴയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല, സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കടന്നാലോ. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ള, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. തീർച്ചയായിട്ടും തുടർന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഒരു കുഞ്ഞൊരു മോർണിംഗ് വ്ളോഗ് തന്നെയാണ് കേട്ടോ. നമുക്ക് ഫുള്ളായിട്ട് എനിക്ക് എപ്പോഴും വീഡിയോ എടുക്കാൻ പറ്റാറില്ല കേട്ടോ. കാരണം രാവിലെ വരെയാണ് നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞാൽ ഞാനിവിടെ വെറുതെ ഇരിപ്പാണ്. അതിപ്പോൾ എന്താ വീഡിയോ എടുക്കാനുള്ളതെന്ന് വിചാരിച്ചിട്ടാണ് ഫുള്ളാക്കാത്തത് കേട്ടോ. പിന്നെ വൈകുന്നേരത്ത് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്ര വലിയ പണിയൊന്നുമില്ല. നമ്മുടെ ഈവനിങ് വ്ളോഗൊക്കെ കാണുന്ന ആൾക്കാർക്ക് അറിയാണ്ടാവുമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് മോർണിംഗ് വ്ളോഗ് പറഞ്ഞിട്ട് കുറേ വീഡിയോസ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇന്നും അതുപോലത്തെ ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ആദ്യം രാവിലെ നീച്ചു വിടുമ്പോൾ തന്നെ ചെറുപയറാണ് കേട്ടോ ഒന്ന് ഗ്യാസിൻ്റെ മേലെ വെക്കാൻ വേണ്ടി പോണത്. നമ്മുടെ കിച്ചുവിന് കൊണ്ടുപോകാനുള്ളതാണ്. പിന്നെന്താ ചായ വെക്കാനും ചോറ് വെക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ചോറിനൊക്കെ തീ കത്തിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പതിവ് പോലെ തന്നെ നേരത്തെ തന്നെയാണ് കേട്ടോ നീച്ചത്. നേരത്തെ നീച്ചില്ലെങ്കിൽ നമ്മുടെ പണി പാളും. അപ്പോൾ അത് കാരണം നേരത്തെ തന്നെ നീച്ചു. എന്നിട്ട് നമ്മുടെ കിച്ചുവിന് ഇത് കൊണ്ടുപോകണം. ചിലപ്പോഴാണ് കിച്ചുവിന് കൊണ്ടുപോകുള്ളൂ. ഞാൻ കുറച്ച് വെറൈറ്റി ഐറ്റംസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ചെറുപയർ കൊണ്ടുപോയി ചിലപ്പോൾ കണക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ ഞങ്ങളതൊരു ഉപ്പേരി പോലെ ഞാൻ ഉണ്ടാക്കിയിട്ട് അതിവിടെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്നാലും ചെറുപയർ ഞാൻ എന്താ പറയുക കഴുകിയിട്ടൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. കുക്കറിലിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് തന്നെ രേഖപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ എനിക്കറിയില്ലല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ്, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഗ്യാസിൻ്റെ മേലെ കുക്കർ ഒക്കെ വെച്ചിട്ടുണ്ട്. കുക്കറിൽ ചെറുപയറൊക്കെ ആക്കി വെച്ചു. അതിന് ശേഷം ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി കൊടുക്കുകയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അടുപ്പിൻ്റെ മുകളിൽ തിണ്ടും പിന്നെ അതുപോലെ തന്നെ ബെഞ്ചും ഡെസ്കൊക്കെ അടിച്ചു വാരി പൊടിയൊക്കെ താഴ്ത്തിക്കിട്ടെടുക്കുകയാണ്. മൊത്തത്തിൽ അടിച്ചു വാരിയിട്ടില്ല കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ രാത്രി ഞാൻ അടിച്ചു വാരിയിട്ട് തന്നെ കടന്നത്. പക്ഷെ പപ്പടം കവറിൽ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് എലി കടിച്ചിട്ട് മുറിച്ച് ഇങ്ങനെ കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, ഇങ്ങനെ ആക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നീച്ച് വന്നപ്പോൾ തന്നെ ഇതായിരുന്നു കാഴ്ച ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ തീയൊക്കെ കത്തിച്ചതിന് ശേഷം എല്ലാം അടിച്ചു വരാമെന്ന് വിചാരിച്ചു. എന്നിട്ട് അങ്ങനെ ഇട്ടിരിക്കുകയായിരുന്നു. അടുപ്പും കണ്ണി തീ കത്തിക്കുമ്പോൾ അടുപ്പും കണ്ണി പിന്നെ അതുപോലെ തന്നെ സ്ലാബും തിണ്ടൊക്കെ അടിച്ചു വാരി പൊടിയൊക്കെ താഴ്ത്തിക്കിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ മൊത്തത്തിൽ കോരി കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതാണ് പ്രശ്നം. അപ്പോൾ അതങ്ങനെ അടിച്ചു വാരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം പാല് തിളപ്പിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഒന്ന് പാല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ പാല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കടയിൽ പോയപ്പോൾ നമ്മുടെ കിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏട്ടനത് പാല് വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഏട്ടൻ പാലൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊന്ന് കാച്ചാൻ വേണ്ടി പോയിട്ട് പിന്നെ നമ്മൾ കുറേ ദിവസമായി പാലൊക്കെ വാങ്ങിച്ചിട്ട് എപ്പോഴും ഒന്നും പാല് വാങ്ങിക്കില്ല കേട്ടോ. കാരണം ഈ പാക്കറ്റ് പാലായ കാരണം കൊണ്ട് ഡെയിലി വാങ്ങിക്കാനൊരു മടിയാണ്. മറ്റേ പശുവും പാലുണ്ടല്ലോ, നമ്മുടെ ഒറിജിനൽ പാല്, അതാണെന്നുണ്ടെങ്കിൽ ഡെയിലി വാങ്ങിക്കായിരുന്നു. പക്ഷെ ഇവിടെ പശു ഉള്ളൊരു വീടൊന്നും ഇല്ല. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞങ്ങളത് വാങ്ങിക്കാത്തത്. ഇവിടെ ഞങ്ങളുടെ ഈ പരിസരത്ത് പശു എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല കേട്ടോ. ഇനി കുറച്ചങ്ങോട്ട് ദൂരം പോകണത്ര. അപ്പം ഡെയിലി ഇപ്പോൾ എനിക്ക് രാവിലെ പോയിട്ട് അതും ഒരു ബുദ്ധിമുട്ടാവുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ അതിന് നിൽക്കാത്തത്. അപ്പോൾ ഇടയ്ക്കും തലയ്ക്കൊക്കെ ഇങ്ങനെ പാക്കറ്റ് പാല് വാങ്ങിച്ചിട്ട് അവർക്ക് കാച്ചി കൊടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ പാലൊക്കെ കാച്ചാൻ വേണ്ടി വെച്ചിട്ട് കുക്കറും കണ്ടില്ല ഗ്യാസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് തിളച്ചിട്ടില്ല, ചൂടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊന്ന് അരിയിലൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് വെച്ചു, ചൂടുവെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് വെച്ച് ഇളക്കി കൊടുക്കാനുണ്ട്. നല്ല തിളച്ച വെള്ളമല്ല, നല്ല ചൂടുള്ള വെള്ളമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കയ്യിലും കൊണ്ട് ഇളക്കണത്. അപ്പോൾ അങ്ങനെ നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഞാനപ്പോൾ അരിയിടാൻ വേണ്ടിയിട്ട് പോവാണ്. പിന്നെ നേരം വെളുത്ത് വന്നിട്ടൊന്നുമില്ല കേട്ടോ. ഇപ്പോഴും 5 മണി 5:30 ആ ഒരു ടൈം തന്നെ ആയിട്ടുള്ളൂ. അപ്പോൾ പാലൊക്കെ അപ്പോഴത്തേനൊന്ന് തിളച്ച് വരുമ്പോഴത്തേന് അരിയൊക്കെ ഇങ്ങോട്ട് ഇടാലോ എന്ന് വിചാരിച്ചിട്ട് ഈ പണിക്കാണ് നിന്നു കേട്ടോ. അപ്പോൾ പാല് തിളച്ചിട്ടൊന്നുമില്ല. ഇത് നമ്മളിപ്പോൾ ഇങ്ങനെ അറിയാതെ ഓർക്കപ്പുറത്ത് നിൽക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് തിളച്ച് പോകുന്നതൊക്കെ ചെയ്യട്ടെ. ഉള്ളിലുണ്ട്, ശ്രദ്ധ ഉണ്ട് കേട്ടോ. അയ്യോ പാല് തിളക്കിണ്ടോ എന്നുള്ള ശ്രദ്ധയിൽ തന്നെ നിൽക്കണത്. എന്നാലും പാലിൻ്റെ സ്വഭാവം അങ്ങനെയാണല്ലോ, നമ്മൾ എവിടേക്കെങ്കിലും തിരിഞ്ഞാലായിരിക്കും പെട്ടെന്ന് തിളച്ച് പോവുക. അങ്ങനെയൊക്കെയാണല്ലോ പാലിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുമ്പോൾ. അപ്പോൾ ഞാൻ അരിയൊക്കെ അങ്ങനെ കഴുകിയിട്ടു. എന്നിട്ട് പാലിൻ്റെ അടുത്തേക്ക് നല്ല തിളക്കിനുണ്ടായിരുന്നു. തിളയ്ക്കുമ്പോഴത്തേക്ക് ഞാൻ പോയി എടുത്തു കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഒക്കെ പോയേനെ. അപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട്. ഞാൻ പാലിങ്ങനെ തിളച്ച് വരുമ്പോൾ ഞാനിത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കുലുക്കി കൊടുക്കാറുണ്ടോ ചെയ്യുക. പാത്രത്തിൽ ഇങ്ങനെ ഒന്ന് കുലുക്കി കൊടുക്കും. ചിലവർ ഈ സ്പൂണും കൊണ്ട് ഇളക്കണത് കണ്ടിട്ടുണ്ട്. പിന്നെ എന്താ പറയുക കയ്യിലും കൊണ്ട് അങ്ങനെ ഇളക്കണത് കണ്ടിട്ടുണ്ട് ഞാൻ. അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. കാരണം എൻ്റെ വീട്ടിലും ഇത് തന്നെയാണ് ഇങ്ങനെ തന്നെ ചെയ്യാറുണ്ടെന്ന്. അപ്പോൾ ഞാൻ അത് കണ്ടിട്ടാണ് ഞാനും പഠിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ കപ്പിൽ കുറച്ച് പഞ്ചസാര ഇട്ട് വയ്ക്കുന്നുണ്ട്. അത് പാല് മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട്, കുട്ടികൾക്കുള്ള പാല് മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾക്ക് പിന്നെ പാലല്ല, ഞങ്ങൾ ചായയാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സെപ്പറേറ്റ് മാറ്റി വെക്കണമെന്നേ ഉള്ളൂ. അവർക്കുള്ളത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടാറാൻ വേണ്ടി വെക്കണം.
ചൂടാറാൻ വെള്ളത്തിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം അവർ ഇപ്പം തന്നെ നീച്ച് വരില്ലല്ലോ. അപ്പത്തിന് അവർ നീക്കുമ്പോൾ തന്നെ എന്തായാലും ചൂടാറിക്കോളും. അപ്പോൾ അവിടെ എന്തായാലും ചൂടാറിക്കോട്ടെ. ചായ ഞാനങ്ങനെ ചായപ്പൊടിയൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. തിളച്ച് വരുന്നുണ്ട് ചായയൊക്കെ. പിന്നെ ഇത്ര കടുപ്പ് മതി, ഓവർ കടുപ്പായി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഏലക്കായ ഞാൻ കുറേ തപ്പി നോക്കിട്ടോ, ഏലക്കായ കണ്ടില്ല, അപ്പോൾ അത് ഇട്ടില്ല. അപ്പോൾ അടുത്തതെന്ന് പറയുമ്പോൾ ഞാൻ ഉള്ളി എന്തിനാ അരിയുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ ഇന്ന് വെക്കാൻ പോണത് ഉള്ളിച്ചോറാണ് കേട്ടോ. നമ്മുടെ കിച്ചുവിന് കൊടുത്തേക്കാൻ വേണ്ടിയിട്ട്, അല്ലാതെ ഞങ്ങൾക്ക് കഴിക്കാനല്ല, കിച്ചുവിന് കൊടുത്തേക്കാൻ വേണ്ടി അവന് മാത്രമുള്ള കുറച്ച് ചോറ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, ഉള്ളിച്ചോറ്. ഞാൻ യൂട്യൂബിൽ കുറച്ച് കണ്ടിട്ട് നോക്കിയതാണ്, ട്രൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഉള്ളിച്ചോറ് കണ്ടിട്ട്. കുട്ടികളുടെ ലഞ്ച് ബോക്സ് ഞാൻ അങ്ങനെ സെർച്ച് ചെയ്യാറുണ്ട് കേട്ടോ, കുട്ടികൾക്ക് എന്തൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തേക്കുക, എന്തൊക്കെ ഫുഡാണ് കൊടുത്തേക്കുക. നമ്മൾ എന്നും ഡെയിലി ചോറ് തന്നെയല്ലേ കൊടുത്തേക്കാറ്, അപ്പോൾ ഒരു വെറൈറ്റി ഒക്കെ വേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടതാണ് ഉള്ളിച്ചോറ്, തേങ്ങാച്ചോറ്. ഞാൻ ഈ വക, പിന്നെ തക്കാളി ചോറ്, ഈ വക ഐറ്റംസ് ഒന്നും ഞാൻ ഉണ്ടാക്കാറില്ല കേട്ടോ, ഇതുവരെ ഉണ്ടാക്കിയിട്ടുമില്ല, കഴിച്ചിട്ടുമില്ല. അപ്പോൾ അത് തന്നെ എനിക്ക് അതിനെ കുറിച്ചിട്ടൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ ഇന്നങ്ങോട്ട് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും അവൻ്റെ സ്കൂളിലേക്ക് റൈസ് കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് എന്ത് ചോറാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അത് കാരണം അതങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴം നമ്മളെന്നും ഇങ്ങനെ അവന് 2 പീസായിട്ടല്ലേ കൊടുക്കുക. അപ്പോൾ അതൊന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ നെയ്യുണ്ടല്ലോ, നെയ്യിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നും ഒരേപോലെ ആയി കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. എൻ്റെ കുട്ടി എല്ലാ ദിവസവും ഇതുപോലെ ഒരേ ഫുഡ് തന്നെ എന്നും കൊണ്ടുപോകുള്ളൂ കേട്ടോ. അപ്പോൾ അവനൊരു വെറൈറ്റി, ഒരു ചേഞ്ചൊക്കെ വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നൊരു ചേഞ്ച് ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് മൊത്തത്തിൽ ചേഞ്ചാണ് കേട്ടോ. ഇന്ന് അവന് വെറൈറ്റി ഫുഡ് തന്നെ ഇന്ന് മൊത്തം കൊടുത്തയക്കണത്. ഞാൻ അങ്ങനെ ഒരു പ്ലാനിങ്ങിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ചെറുപയർ ഇപ്പോൾ എന്താ ചെയ്യാമെന്ന് എനിക്ക് അറിയില്ല, ചിലപ്പോൾ ഉപ്പേരി വയ്ക്കുക, അല്ലെങ്കിൽ അവന് കൊടുത്തു വിടുന്ന, അതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാനിതാ കുറച്ച് നെയ്യൊക്കെ അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണുണ്ട്. എന്നിട്ട് മറ്റേ നമ്മൾ പരിഞ്ഞ് വെച്ചിട്ടുണ്ടാകുന്ന പഴം ഉണ്ടല്ലോ, അതിങ്ങനെ വെച്ച് കൊടുക്കാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണു, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും നെയ്യിലിട്ടൊന്ന് ചൂടാക്കി എടുക്കണു, അത്ര തന്നെ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നല്ല, എണ്ണയിൽ പൊരിക്കലൊന്നല്ല കേട്ടോ. ഇങ്ങനത്തെ ഇത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ അല്ലാതെ അവന് ഈ എന്താ പറയുക, ഓറഞ്ച്, ആപ്പിള് അതൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവൻ വീട്ടിലാണെന്നുണ്ടെങ്കിൽ കഴിക്കും. പക്ഷേ സ്കൂളിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയില്ല, കുട്ടി കഴിക്കണില്ല കേട്ടോ. അവന് എന്തോ അറിയില്ല, അവൻ കഴിക്കണില്ല. അപ്പം അത് കാരണം കൊണ്ടാണ് അതൊന്നും വാങ്ങിക്കാത്തത്. ഞങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്നിട്ട് തന്നെ കഴിക്കുള്ളൂ, അല്ലാതെ അവൻ കഴിക്കണില്ല. പഴമാണെന്നുണ്ടെങ്കിൽ അവനിപ്പോൾ ഇഷ്ടമാണ് കേട്ടോ, അവൻ എന്നും കഴിക്കുന്നുണ്ട്, എപ്പോഴും കഴിക്കും പഴം. അപ്പോൾ അതുകൊണ്ടാണ് ഡെയിലി പഴം തന്നെ കൊടുത്തയക്കുന്നത്. പിന്നെ പഴം വയറിന് അത്ര നല്ലതല്ല, പഴം കഴിക്കുന്നത് നല്ലതാണ്, പക്ഷെ വയറിന് അത്രയ്ക്ക് എന്നും കഴിച്ചു കഴിഞ്ഞാൽ എന്തോ ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ എന്നാലും അവന് ഇഷ്ടപ്പെടുന്ന സാധനമല്ലേ ഇപ്പോൾ നമുക്ക് കൊടുത്തയക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്നിപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട്. ഇതിപ്പോൾ ആൾക്ക് ഇഷ്ടാവില്ല എന്നൊന്നും എനിക്കറിയില്ല, ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് ഉണ്ടാക്കണമെന്ന് തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ നീച്ചാലാണ് ഈ വക പണികളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ ഇഷ്ടത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ നീക്കണം, അല്ലാതെ നേരെ വൈകി നേരില്ല നേരത്തെ നമ്മൾ കടന്ന് പെടഞ്ഞിട്ട് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നൊന്നും ചെയ്യാനും പറ്റില്ല, നമുക്ക് അപ്പോൾ ഉള്ളത് കൊടുത്തേക്കാൻ അവർക്ക് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നീച്ചിട്ട് എല്ലാതും ഉണ്ടാക്കും കേട്ടോ. ഇതിന് വേണ്ടിയിട്ടല്ല, എപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ്, നേരത്തെ നീച്ചിട്ട് തന്നെയാണ് എല്ലാം ചെയ്യാറുള്ളത്. അപ്പോൾ ഒന്ന് അത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് മാറ്റി വേറെ പാത്രത്തിലേക്ക് ആക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. 2 ഭാഗവും മറച്ചിട്ട് ഒന്ന് ശരിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടി. നല്ല ആ ഭംഗി കണ്ടിട്ടെങ്കിലും കഴിച്ചോളൂ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഈശ്വര, ഞാനെല്ലാം കഷ്ടപ്പെട്ട് ഉണ്ടാക്കണുണ്ട്, പക്ഷെ അവൻ കഴിക്കില്ലേ എന്നാണ് ഇപ്പോൾ എനിക്ക് സംശയം. കഴിച്ചോളും, പഴം കാരണം കൊണ്ട് കഴിച്ചോളും, ആ ഒരു വിശ്വാസത്തിലാണ് കേട്ടോ ഞാൻ. അപ്പോൾ അടുത്തത് എന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ ചെറുപയർ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിനൊന്ന് ഉപ്പേരിയാക്കി എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. നമ്മൾ എന്താ പറയുക, ഞാൻ ഉള്ളിച്ചോറാണ് അവൻ ഉണ്ടാക്കണത്. അപ്പോൾ അത് കാരണം കൊണ്ട് അതിൻ്റെ കൂടെ ഈ ചെറുപയർ കൊടുത്തയക്കണ്ടല്ലോ, ഉള്ളിച്ചോറിൻ്റെ ഒപ്പം വേറെ എന്തെങ്കിലും കൊടുത്തയക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഉപ്പേരിയാക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. പക്ഷെ എന്നാലും കൊണ്ടുവായിക്കൊന്നും ഇല്ല, ഞാൻ കുറച്ച് ചെറിയുള്ളി ഒക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് തേങ്ങയും ഒക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അധികം മുളക് പൊടിയൊന്നും ഇടുന്നില്ല കേട്ടോ, ഒരു ലേശം, ഒരു 1/2 സ്പൂൺ അല്ല, ഒരു 1/4 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ, അല്ലാതെ എരിവിന് വേണ്ടിയിട്ടൊന്നല്ല. അപ്പോൾ അതൊക്കെ ഇട്ടിട്ടൊന്ന് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ, നല്ല മണം വരുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് മറ്റേ ചെറുപയർ വേവിച്ചിട്ടുണ്ടല്ലോ, അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ചെറുപയർ തേങ്ങയൊക്കെ അരച്ചിട്ട്, തേങ്ങ അരയ്ക്കാന്ന് പറഞ്ഞിട്ട് തേങ്ങ ചിരകി ഇട്ടിട്ട് ഉണ്ടാക്കാറുണ്ടായിരുന്നു. ഇപ്പോഴല്ല, കുറേ മുന്നേ ഉണ്ടാക്കാറുണ്ടായിരുന്നു. പിന്നെ അത് അങ്ങനെ പറ്റ നിർത്തിയതായിരുന്നു കേട്ടോ. ഇപ്പം വീണ്ടും തുടങ്ങി. ഇത് പിന്നെ വേറെ പാകം
പാകമില്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഇങ്ങനെ വെക്കുന്നത്. ഇങ്ങനെ വെച്ചാൽ അപ്പോൾ ഞങ്ങൾക്കൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലാതെ കഴിക്കാൻ മറ്റേ വെറുതെ വേവിച്ചാൽ കഴിക്കാൻ പറ്റാതിരിക്കുന്നല്ല കേട്ടോ. എന്നാലും ഒരു കോമ്പിനേഷന് വേണ്ടിയിട്ട് ഒരു ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവന് ഒരു 2-3 ബദാമും പിന്നെ കടലൊന്നും കൊടുത്തേക്കണില്ല. ഒരു 2-3 ബദാമും പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത പഴമുണ്ടല്ലോ അതും മാത്രമേ ആക്കണുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ തുമ്പിക്കുട്ടി നീച്ചിട്ടുണ്ട്. കിച്ചു പല്ല് വയ്ക്കാൻ വേണ്ടി പുറത്ത് പോയിരിക്കാണ് കേട്ടോ. തുമ്പിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ പഴം അത് കഴിച്ചു നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. അവൾ സൂപ്പറായിട്ടുണ്ട് എന്നൊക്കെ പറയാൻ കേട്ടോ എൻ്റെ അടുത്ത്. അവൾ പല്ലേക്കാറൊക്കെ ഉണ്ട്. പക്ഷേ അവളുടെ പല്ല് തേക്കൽ പറഞ്ഞാൽ നമ്മളോട് തേപ്പിക്കില്ല. അവൾക്ക് ഒറ്റയ്ക്ക് തന്നെ തേക്കണം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് വരും കേട്ടോ. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇപ്പം തന്നെ നമ്മൾ അധികം അങ്ങനെ ആക്കണ്ടല്ലോ വെച്ചാൽ കുറച്ചും കൂടി ആയി കഴിഞ്ഞാൽ അവരത് സ്വയം ചെയ്തോളൂല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും ബലം പിടിക്കാത്തിട്ട് ഞാൻ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഉള്ളിച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അതിന് കുറച്ച് നെയ്യ് ഞാൻ വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചട്ടിയിലേക്ക്. അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കറുകപ്പട്ട, ഗ്രാമ്പൂ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. എനിക്ക് ഇതിൻ്റെ പേരൊന്നും കറക്റ്റായിട്ട് അറിയില്ല. ആ സംഭവങ്ങളുണ്ടല്ലോ അതൊക്കെ ഇട്ട് കൊടുത്തു. അതിന് ശേഷം ചെറുതായിട്ട് ഒരു 2-3 വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഒരു സവാള എടുത്തിട്ടുള്ളൂ. ഓവറായിട്ടൊന്നും വേണ്ട. കാരണം കിച്ചുവിന് മാത്രമല്ലേ ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ കുറച്ച് ചോറ് മാത്രമേ ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു സവാള എടുത്തുള്ളൂ, ചെറിയ സവാള കേട്ടോ. അപ്പോൾ അതൊന്ന് അടച്ചു കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട്. കാരണം ഇതിലെന്ത് ഉപ്പിടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചോറിൽ ഉപ്പിട്ടിട്ടില്ലല്ലോ. നമ്മൾ സാധാ ചോറ് ഉണ്ടാക്കണല്ലേ, ആ ചോറിന്ന് എടുത്ത് മാറ്റി വെച്ചതാണ് കേട്ടോ ഞാൻ ചൂടാറാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇട്ട് കൊടുക്കണം. അതുകൊണ്ട് ചോറിൽ ഉപ്പിട്ടിട്ടുണ്ടാകുന്നില്ലേ പറഞ്ഞത്. അപ്പോൾ മസാലയിൽ ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉപ്പ് അതിലേക്ക് പിടിച്ചോളും. അപ്പോൾ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും എല്ലാതും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റൈസ് അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും ബിരിയാണിയുടെ ഒരു മണമൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കഴിച്ചോളും. ചിക്കനൊന്നും ഇല്ലയെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ചോറിൻ്റെയും ചെറിയ വ്യത്യാസം അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഞാൻ അവനിതാ പാത്രത്തിലൊക്കെ ആക്കി. അപ്പോൾ കൂടെ കൊണ്ടുപോകണത് മോരാണ് കേട്ടോ കൊണ്ടുപോകണം. മോര് തൈര് എന്നൊക്കെ പറയാം. അതാണ് കേട്ടോ കൊണ്ടുപോകണ്. അത് അതിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് അത് ഞാൻ അവന് കൊടുത്തയക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ തൈരാണല്ലോ ഒന്നും കൂടി നല്ലത്. നമ്മൾ ചെറുപയറൊക്കെ കൊടുത്തയക്കണ നേരം ഇങ്ങനത്തെ റൈസിൻ്റെ ഒപ്പം തൈരും മോരൊക്കെ അല്ലേ നല്ലത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. സവാള അവൻ കഴിക്കില്ല. അപ്പോൾ അവൻ ഈ ചോറിലത്തെ സവാളേനെ വേണമെങ്കിൽ പെറുക്കിയെടുത്ത് കളയും. അങ്ങനത്തെ കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് സവാള നരിഞ്ഞ് വെക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാണ് അവൻ്റെ സ്നാക്സ് കൊണ്ടുപോകുന്നത്. അപ്പോൾ കിച്ചു ഇത് എന്തൊക്കെ നോക്കട്ടെ എന്നൊക്കെ കൊണ്ടുതന്നെ എത്തി വരിഞ്ഞ് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ കുളിയും ജപമൊക്കെ കഴിഞ്ഞു ഞങ്ങൾ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടോ. കിച്ചു അത് കൂടെ അങ്ങനെ തരാൻ നടക്കുന്നുണ്ട്. ബസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ. അപ്പോൾ തുമ്പിക്കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ബെൽറ്റ് കൊടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അത് ഇട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ ആ തുണി കാണുന്നത് തിരുമ്പാനുള്ളതാണ് കേട്ടോ. എന്നും ഉണ്ടാവും എനിക്ക് ഇതുപോലെ തുണി. അപ്പോൾ ഈ കാണുന്ന സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉമ്മ വെക്കൽ സീനാണ് കേട്ടോ. എൻ്റെ കിച്ചു ആണെന്നുണ്ടെങ്കിൽ സ്കൂളിലേക്ക് പോകുമ്പോൾ അവനൊരു 150 ഉമ്മ വെക്കണം കേട്ടോ. അതുപോലെ തന്നെ അവന് ഉമ്മ കൊടുക്കണം. അങ്ങനെയൊക്കെ കുറേ നിബന്ധനകളൊക്കെ ഉണ്ട്. എന്നാലും എൻ്റെ കുട്ടിക്ക് സ്കൂളിലേക്ക് വെള്ളം മടിയൊന്നും ഇല്ല കേട്ടോ. അവന് രാവിലെ നീക്കാൻ പറയുമ്പോൾ ചെറിയൊരു മടിയാണ്. അല്ലാത്ത മടിയൊന്നും ഇല്ല. വേഗം സ്കൂളിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വേഗം നീക്കും കേട്ടോ. അതുപോലെ തന്നെ രാത്രി കിടന്നുറങ്ങാനാണെന്നുണ്ടെങ്കിൽ നാളെ നേരത്തെ നീക്കണം സ്കൂളിലേക്ക് പോകണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗം കിടന്നുറങ്ങുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ തുമ്പിക്കുട്ടിക്ക് ടാറ്റ കൊടുത്ത് അവിടുത്തെ ആ ബസ്സിലത്തെ ചേച്ചി ഒരു മിഠായിയും ഒക്കെ കൊടുത്തു കേട്ടോ. അവളിതാ പാഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ കിച്ചുവിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെയാണ് കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ല അവനെയും കൊണ്ട്. സ്കൂളിലേക്ക് പോകാനൊക്കെ ഭയങ്കര ഇഷ്ടം തന്നെയാണ് കേട്ടോ. അവനിപ്പോൾ കുറേ ഫ്രണ്ട്സിനൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ. പിന്നെ ടീച്ചറാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചറാണ് കേട്ടോ. നല്ല ടീച്ചറാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കാരണം അവൻ പറയാറുണ്ട് വീട്ടിലൊന്നും എനിക്ക് ടീച്ചറിനെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കൂട്ടുകാരന്മാരുടെ പേരൊക്കെ പറയാറുണ്ട് കേട്ടോ. അവൻ്റെയൊക്കെ ഇഷ്ടമാണെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കണം. അല്ലാതെ ഇത്തരം ചെറിയ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഇഷ്ടം കൊണ്ടാണ് സ്കൂളിൽ പോകണമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. കാരണം അവർക്കിപ്പോൾ പഠിക്കാനൊന്നും അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. ഉണ്ടാവില്ലായിരിക്കും എന്ന് വിചാരിക്കണു. ഇവന് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല. ഇഷ്ടമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല കേട്ടോ. അവന് ബുക്കിൽ ചിത്രം കാണാനും പഠിക്കാനും വായിച്ചു കൊടുക്കാനും ഇതൊക്കെ ഇഷ്ടം തന്നെയാണ്. എനിക്ക് വായിച്ചു തരുമെന്നൊക്കെ അവൻ ചോദിക്കാറുണ്ട് കേട്ടോ. അതൊക്കെ ഇഷ്ടം തന്നെയാണ്. പക്ഷേ അല്ലാതെ ഞാൻ പറയില്ലേ ഇത്രയും പ്രായ കുട്ടികൾ നല്ല പഠിപ്പിച്ചാണോ പറഞ്ഞപ്പോൾ നടക്കില്ലല്ലോ. അങ്ങനെ പഠിക്കാനൊന്നും ഇഷ്ടമുള്ള കുട്ടികളൊന്നും ആവില്ല ഇപ്പോഴത്തെ കുട്ടികൾ. കുറച്ചും കൂടി കഴിഞ്ഞാൽ തന്നെയാണ് അതൊക്കെ അറിയുള്ളൂ. കുറച്ചുകൂടി കഴിഞ്ഞാൽ തീരെ പഠിക്കില്ല തോന്നുന്നു കേട്ടോ. പഠിക്കാൻ ഇഷ്ടം ഉണ്ടാവില്ല തോന്നുന്നു. എനിക്കറിയില്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാനെന്നങ്ങനെ തുണികളൊക്കെ തിരുമ്പാൻ വേണ്ടി പോകും. അവന് പറഞ്ഞു വിട്ടു വിടുമ്പോൾ തന്നെ ഞാൻ തുണികൾ തിരുമ്പാനായിട്ട് നിന്നു കേട്ടോ. അപ്പോൾ കുറേ തുണികളുണ്ടായിരുന്നു. എനിക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡെയിലി തിരുമ്പിയാൽ എനിക്കൊരു ലോഡ് തുണികൾ തിരുമ്പാണ്ട് കേട്ടോ. ഇത് ഞങ്ങളുടെ തുണികൾ മാത്രമാണ്. കുട്ടികളുടെ ഞാൻ അപ്പുറത്തെ ഷീറ്റിൻ്റെ മേലെ കൂടെ ഒക്കെ ഇട്ടിരിക്കുകയാണ് കേട്ടോ. അവിടെയൊക്കെയാണ് വെയിലുള്ളൂ. ഈ ഭാഗത്തൊന്നും വെയിലെന്ന് പറഞ്ഞാൽ
അംശമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവിടെ കിട്ടില്ല. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് ഇവിടെ ഉമ്മർ തന്നെ വെച്ചെടുക്കുകയാണ്, അകത്ത് കൊണ്ടേ വെച്ചിട്ടില്ല കേട്ടോ. അപ്പത്തിനുണ്ട് തിരുമ്പാനായിട്ട് നിന്നത്. ഇവള് കുറേ നേരം ഈ ബെൽറ്റിൽ തിരി പിടിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. അങ്ങനെ ബെൽറ്റൊക്കെ അവിടെ ഇട്ടിട്ട് ഞങ്ങൾ അംഗനവാടി പോകാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ അവളിതാ എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ടാറ്റയൊക്കെ തരുന്നുണ്ട് കേട്ടോ. ഞാൻ പോവുകയാണ് അംഗനവാടിക്ക്, എനിക്ക് ബാഗൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ആൾ ഓടുന്നത്. ആദ്യത്തെ ദിവസമൊക്കെ ബാഗും പൊക്കണൊക്കെ ആയിട്ട് പോയി, പിന്നെ ബാഗൊന്നും ആൾക്ക് വേണ്ടോന്നു, അതൊന്നും ഇടുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ തന്നെ കളിച്ച് വർത്താനം പറഞ്ഞിട്ടൊക്കെ നടന്ന് ഓടലും ചാടലൊക്കെ ഉണ്ട്. ഞാൻ അവളുടെ പിന്നാലെ ഓടാൻ കൂടണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇവള് വണ്ടി വരുമ്പോൾ അതിന് മുന്നിക്കൊക്കെ ഓടും. പക്ഷെ അരികത്തേക്ക് മാറി നിൽക്കുകയൊക്കെ ചെയ്യും കേട്ടോ. എന്നാലും നമുക്ക് അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അംഗനവാടിയിൽ എത്തി. അവൾ കണ്ടില്ല, അംഗനവാടിക്ക് നേരെ കയറി പോകുന്നുണ്ട് കേട്ടോ. ഇന്ന് വലിയ മടിയൊന്നും ഇല്ല. അവൾ ഇന്ന് പറഞ്ഞത് ഞാൻ കരയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് കേട്ടോ. ഇനിയിപ്പോൾ എന്താണോ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞുള്ള അവസ്ഥ. അപ്പോൾ അതാ അങ്ങനെ ഞങ്ങളിതാ അംഗനവാടിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവൾ കണ്ടില്ലേ ഉള്ളിൽ ആരൊക്കെ ഉണ്ട്, കുട്ടികളൊക്കെ വന്നിട്ടുണ്ടോ, ടീച്ചർ വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടീച്ചർ അവിടെ തുടക്കിയിരുന്നു കേട്ടോ ടീച്ചർ. അപ്പോൾ അവൾ കണ്ടില്ലേ, അവൾ ചെരുപ്പ് ഊരിടുമ്പോൾ തന്നെ അവളുടെ കാലത്തെ മണ്ണാണ് കേട്ടോ കാണുന്നത്, ചളി അതൊക്കെ ചവിട്ടി കയറിയിട്ടുണ്ട്. വീണ്ടും ടീച്ചർക്ക് ഒരു പണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ടീച്ചർ അതിൻ്റെ ഉള്ളിൽ തുടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് രണ്ട് കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ തുമ്പിക്കുട്ടി നേരെ പോണേ എവിടേക്കാന്ന് പറയാം, അടുക്കളയിലേക്ക് എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഈ സൈക്കിൾ ഇരിക്കുന്നത്. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ടാണ് ആൾ നേരെ പോകുന്നത് കേട്ടോ. ഞാനും വിചാരിച്ചു ഇപ്പോൾ പെങ്കട ഈ പായണതെന്ന് വിചാരിച്ചു. അല്ല, എല്ലാ കുട്ടികളും വന്നു വിടുമ്പോൾ തന്നെ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഇരിക്കുക, ചെയറെടുത്ത് ഇരിക്കുക, അതൊക്കെ അല്ലേ ചെയ്യുക. ഇവള് നേരെ നേരെ അടുക്കളയൊക്കെയാട്ടോ പോകുന്നത്. ഇവള് കൂടുതൽ സമയം അടുക്കളുടെ ഉള്ളിൽ തന്നെയാണ് ഇത്ര കേട്ടോ. ടീച്ചർ പറഞ്ഞു അവളെപ്പോഴും അടുക്കളയിൽ പോയിട്ട് ടീച്ചറൊപ്പം നിൽക്കലാത്ര അവൾക്ക് പണി. അപ്പോൾ അവൾ കണ്ടില്ല, ഇന്ന് കരയണമൊന്നും ഇല്ല കേട്ടോ ആള്. ഇന്നിപ്പോൾ ഭയങ്കര സന്തോഷത്തിലൊക്കെ തന്നെയാണ്. എന്താ പറ്റിയത് അറിയില്ല. ഇന്ന് മഴയൊക്കെ പെയ്യും തോന്നുന്നു കേട്ടോ. അങ്ങനത്തെ ഒരു വ്യത്യാസമൊക്കെ കാണാനൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ അവൾക്ക് കയറി ഇടുമ്പോൾ തന്നെ അമ്മ പോകണ്ട പറഞ്ഞിട്ട് ഇങ്ങനെ കരയണ ആളാണ് കേട്ടോ. പക്ഷെ കരഞ്ഞാലും കുഴപ്പമില്ല. ഞാൻ പോയി വിടുമ്പോൾ തന്നെ അവളെ കരച്ചിൽ നിൽക്കുന്ന ടീച്ചർ പറയണേ. അധികം നേരം കരയില്ല, ഈ പോണ സമയത്തുള്ളൊരു കരച്ചിൽ തന്നെ ഉള്ളൂ, അത് കഴിഞ്ഞാലൊക്കെ നിന്നോളും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ടീച്ചർ ഉണ്ടായിരുന്നത്. അപ്പോൾ അവൾ കണ്ടില്ലേ ടാറ്റയൊക്കെ തന്നെയുണ്ട് കേട്ടോ. ഇത് പൊയ്ക്കോ എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ നിന്ന്. എന്നാലും മുഖത്തിന് ചെറിയൊരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ചെറിയ സങ്കടം ഉണ്ടെന്ന് ഇരിക്കണം എന്നുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ആള് നിൽക്കുന്നത് കേട്ടോ. പക്ഷെ എത്ര കരയാലും നമുക്കിപ്പോൾ അവനെ ഇവിടെ കൂട്ടിയിട്ട് പോകാൻ പറ്റില്ല. അവരിവിടെ നിന്ന് കളിക്കണ്ടേ. ഇവിടെ നിന്ന് തുടങ്ങണം ശരിക്കും കുട്ടികൾ. സ്കൂളിലേക്കൊക്കെ എന്നാലാണ് മടി കൂടാതെയൊക്കെ പോവുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ അവൾ സൈക്കിളൊക്കെ എടുത്ത് ഇറങ്ങി. ഞാൻ അവിടെ നിന്ന് അംഗനവാടിയിലൊക്കെ കൊണ്ടാക്കിയിട്ടൊക്കെ വന്നു കേട്ടോ. വീടെത്തിയിട്ടുണ്ട്. ഒരുപാട് നടന്ന് ക്ഷീണിച്ചു, എനിക്ക് വയ്യ. ഇനി അങ്ങോട്ട് 4 റൗണ്ട് നടക്കണം ടോട്ടൽ കേട്ടോ. അങ്ങോട്ട് കൊണ്ടാക്കാനും കൊണ്ടുവരാനും പറഞ്ഞിട്ട് 4 റൗണ്ട് നടക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. കുറച്ച് ലെങ്ത് അധികമായി തോന്നുന്നു വീഡിയോയ്ക്ക് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നിങ്ങൾ കണ്ട് എൻജോയ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.